രുചികരമായ തക്കാളി കായ ഗ്രേവി കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായക്കറിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത്, 1.5 സവോള നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് നടുവെ കീറിയത് എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. ഉള്ളി സോഫ്റ്റ് ആവുന്നവരെ 3 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഏകദേശം 2 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 കപ്പ് ചൂടുവെള്ളവും 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയും ചേർക്കാം. നന്നായി ഇളക്കുക. മൂടി അടച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം 6 മിനിറ്റ് നേരം വേവിക്കുക. 6 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് 3 മിനിറ്റ് കഴിഞ്ഞ് തൈര് ചേർക്കാം. തൈര് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂട് ആറണം. ചൂട് ആറിയതിനു ശേഷം 1 കപ്പ് തൈര് ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഏകദേശം 2 മിനിറ്റ് നേരം വേവിക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. 10 സെക്കൻഡിന് ശേഷം 4 വറ്റൽമുളക് 2ആയി മുറിച്ചത്, 6 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക. ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ 3 മിനിറ്റ് നേരം വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കറിയുടെ മുകളിൽ ചേർക്കുക. ചേർത്ത ഉടനെ തന്നെ ഇളക്കരുത്. മൂടി അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ് മാത്രം ഇളക്കുക. നമ്മുടെ തക്കാളിക്കായ ഗ്രേവി കറി റെസിപ്പി തയ്യാർ. ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്നാലും ചപ്പാത്തി റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.